ഹലോ വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ടു ശ്രീവത്സം എജുഹബ്. സോ നമുക്കിന്ന് പ്ലേറ്റ്യൂസിൻ്റെ ലാസ്റ്റ് പാർട്ട് പഠിക്കാം. സോ ടേക്ക് പേജ് നമ്പർ 71. സോ അതിൽ ടീ തൊട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ ദ ടീ പ്ലാന്റേഷൻസ് ഇൻ ദ പ്ലേറ്റ്യൂ ആർ മെയിൻലി കൺഫൈൻഡ് ടു ദ നീൽഗിരി ഹിൽസ് ആൻഡ് ദ വെസ്റ്റേൺ ഗട്ട്സ് സ്പ്രെഡ് ഓവർ തമിഴ്നാടു, കർണാടക ആൻഡ് കേരള. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടീ പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് നീൽഗിരി ഹിൽസും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിലെ തമിഴ്നാടു, കർണാടക, കേരള ഈ ഒരു ഭാഗത്താണ് മെയിനായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ നീൽഗിരി ഹിൽസ് വരുന്ന ആ ഒരു ഭാഗത്ത്. പിന്നെ ഇനി ഇതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 44% പ്ലാന്റേഷൻസ്, അതായത് തേയിലത്തോട്ടങ്ങളും ഈ ഒരു ഇന്ത്യയിലെ ഈ ഒരു ഏരിയയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ടീ പ്രൊഡക്ഷൻ്റെ മുഴുവൻ 25% ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീയും തമിഴ്നാട്, കർണാടക, കേരള, അതായത് നീൽഗിരി ഹിൽസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതായത് ഒരുപാട് ലേബേഴ്സിന് ആവശ്യമുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ദ സെക്ടർ പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീ സെക്ടർ അല്ലെങ്കിൽ ടീ ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? എംപ്ലോയ്മെൻറ്റ്, ജോലി കൊടുക്കുന്നുണ്ട്. അതുപോലെ അവസരങ്ങൾ, അതാണ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ബോത്ത് ഇൻ പ്ലാന്റേഷൻസ് ആൻഡ് ഇൻ ദ അലൈഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് തോട്ടത്തിലും വർക്ക് കിട്ടും, അതുപോലെ തന്നെ അലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രികൾ, അതായത് ടീ, നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ദേവൻ എന്ന് പറയുന്നത് ടീ പ്ലാന്റേഷൻസിൽ നിന്നും എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണല്ലോ ടീ ഇൻഡസ്ട്രി. അപ്പോൾ അതുപോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇനി ഇവിടെ തൊട്ട് താഴെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, ദ 7 കോഫി സീഡ്സ് ദാറ്റ് മെയ്ഡ് ഹിസ്റ്ററി. അപ്പോൾ അതിനകത്ത് പറയുന്ന വേറൊന്നുമല്ല, നമ്മുടെ കോഫി കൾട്ടിവേഷൻ ഇന്ത്യയിൽ തുടങ്ങിയത് 17th സെഞ്ച്വറിയുടെ ഒരു പകുതിയൊക്കെ തൊട്ടാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ബാബ ബുദാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പ്രീസ്റ്റ്, അതായത് ഒരു പുരോഹിതൻ, പുള്ളിക്കാരൻ എന്ത് ചെയ്തു? 7 കോഫി സീഡ്സ്, അറേബ്യ എന്ന് പറയുന്ന ആ ഒരു 7 കോഫി സീഡ്സ് കൊണ്ടിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ചിക്കമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോഫി കൾട്ടിവേഷൻ തുടങ്ങി. പിന്നെ അതിനെ അറിയപ്പെടുന്നത് തന്നെ എന്താണ്? ബാബ ബുദാൻ ഹിൽസ് എന്ന് അറിയപ്പെടുകയും അതാണ് നമ്മുടെ കോഫിയുടെ ഇന്ത്യയുമായിട്ടുള്ളൊരു ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെയും കോഫി പ്ലാന്റേഷൻസും അതുപോലെ കോഫി ഇൻഡസ്ട്രീസൊക്കെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴേക്കും അതിനെ ഒരുപാടധികം ഡെവലപ്പ് ചെയ്തൊക്കെ എടുത്തു. അത് മെയിനായിട്ട് അവർക്ക് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇന്ത്യ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഷുഗർ കെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? നമുക്ക് എപ്പോഴും ഒരു ലൈം ജ്യൂസ് കുടിച്ചാലും നമുക്ക് മധുരം ഇല്ലാതെ ആർക്കും പറ്റില്ല. അപ്പോൾ ഷുഗർ കെയിനിൻ്റെ ഒരു കാര്യം നമുക്ക് പഠിക്കാം. മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ പെർസിസ്റ്റ് ഇൻ ദ ഡെക്കാൻ പ്ലേറ്റ്യൂ റീജിയൻ ഈവൻ ദോ ദ നോർത്തേൺ പ്ലെയിൻസ് ഡോമിനേറ്റ്സ് ഇൻ ദ ഏരിയ ഓഫ് കൾട്ടിവേഷൻ. അപ്പോൾ നോർത്തേൺ പ്ലെയിൻസിലാണ് ഏറ്റവും കൂടുതലും ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ആധിപത്യം കാണിക്കുന്ന അവിടെ ആണെങ്കിൽ പോലും ഡെക്കാൻ പ്ലേറ്റ്യൂവിലും ഷുഗർ കൾട്ടിവേഷന് പറ്റിയ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനുണ്ട്. നല്ല കണ്ടീഷനാണ് ഇതിന് വേണ്ടിയിട്ട് ഷുഗർ കെയിൻ വളരാനായിട്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ, ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ബ്ലാക്ക് ലാവ സോയിലാണ് ഡെക്കാൻ പ്ലേറ്റിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് സോയിൽ എന്ന് പഠിച്ചിട്ടുണ്ട്, റഗർ സോയിൽ എന്ന് പഠിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും ബ്ലാക്ക് ലാവ സോയിൽ മറ്റൊരു പേരാണ് ബ്ലാക്ക് സോയിലിൻ്റെ. ഇനി ട്രോപ്പിക്കൽ ക്ലൈമറ്റും ലോങ് ക്രഷിംഗ് സീസണും ആണ് ഇതിന് വേണ്ടത്. അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി മഴ ഇടയ്ക്കിടയ്ക്ക് ലഭിക്കണം. അതുപോലെ ഈ ക്രഷിംഗ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൊടിച്ച് ഒരു പഞ്ചസാര രൂപത്തിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയം. സാധാരണ ഇതിനൊരു 4 to 5 മാസമാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ഈ ഡെക്കാൻ പ്ലേറ്റ്യൂവിലായതുകൊണ്ട് തന്നെ ഇവർക്കൊരു നല്ല കാര്യമെന്ന് പറയുന്നത് ഈ ഷുഗർ ഇങ്ങനെ പൊടിച്ചൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വെതറായിരിക്കും ഈ ഒരു ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ലോങ് ക്രഷിംഗ് സീസൺ ഇവർക്ക് അത് ഉപകാരപ്പെടുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് വീണ്ടും കോട്ടണിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഹൈ സൂക്രോസ് കണ്ടന്റ് ഇൻ ദ ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻ. അപ്പോൾ ഒരു ഷുഗർ കെയിനിൽ നിന്ന് നമ്മൾ ഷുഗർ എടുക്കുമ്പോൾ സൂക്രോസിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഷുഗർ നമുക്ക് കുറച്ച് ഷുഗർ കെയിനിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല സൂക്രോസ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതും നമ്മളെ ഡെക്കാൻ പ്ലേറ്റ്യൂ ഷുഗർ കെയിൻ കൾട്ടിവേഷന് ഫേവർ ചെയ്യുന്നുണ്ട്. താഴെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ഏതാണ് ഏറ്റവും കൂടുതലും ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അത് നമ്മുടെ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതലും ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് കോട്ടൺ നോക്കാം. ഈവൻ ദോ കോട്ടൺ ഈസ് എ ഖാരിഫ് ക്രോപ്പ്, the cotton cultivation in peninsular India begins by the month of October and is harvested from January to May. അപ്പോൾ
കോട്ടൺ എന്ന് പറയുന്ന ഒരു കാരിഫ് ക്രോപ്പാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റാബി ക്രോപ്സിനെ പറ്റിയും കാരിഫ് ഇനങ്ങളിൽ വരുന്ന ക്രോപ്സിനെ പറ്റിയിട്ടും. സോ ഈ ഒരു കോട്ടൺ കൾട്ടിവേഷൻ പെനിൻസുലാർ ഇന്ത്യയിൽ തുടങ്ങുന്നത് ഒക്ടോബർ മാസത്തിലും അതുപോലെ അത് പൊടിച്ച് വളർന്നൊക്കെ വന്നത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ജാനുവരി മെയിലാണ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് 7 ഫ്രോസ്റ്റ് ഫ്രീ മന്ത്സ് ഇൻ ദ ഏർലി ഗ്രോയിങ് പീരീഡ്. അതായത് ഒക്ടോബർ ഇതിനെ എന്ത് ചെയ്യാണ്, ഇത് തുടങ്ങുകയാണെങ്കിൽ പോലും ഇത് മുഴുവനായിട്ട് വളർന്നു വരണമെങ്കിൽ 7 മാസം എടുക്കും. അപ്പോൾ ഈ 7 മാസം എടുക്കുമ്പോൾ അവിടെ ഒരു ഫ്രോസ്റ്റ് ഫ്രീ മന്ത് ആയിരിക്കണം. ഫ്രോസ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ബേസിക്കലി വളരെയധികം തണുപ്പൊക്കെ അടിച്ച്, ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, വളരെയധികം തണുപ്പ് കാര്യങ്ങളൊന്നും അടിക്കാതെ വേണം എന്ത് ചെയ്യേണ്ടത്, ഇതിനെ വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് തൊട്ട് താഴെ പറയുന്നത് കോട്ടണിന് 21 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്താണ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു റീജിയണിൽ അത്രത്തോളം ഫ്രോസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്ത് നല്ല കോട്ടണിനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 50 to 100 സെൻറ്റിമീറ്റർ റെയിൻഫോളും ഇവിടെ ലഭിക്കുന്നുണ്ട്. ബട്ട് കോട്ടൺ ഈസ് ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ ലോ റെയിൻഫോൾ ഏരിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ. ഇനി ഇറിഗേഷൻ്റെ സഹായത്താൽ, അല്ലെ ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഡാമിൽ നിന്നും വെള്ളം എത്തിച്ചു കൊടുക്കുക. ഡാം മാത്രമല്ല, എവിടെ നിന്നാണോ നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനാണ് ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷൻ്റെ സഹായത്തോടെ മഴ അധികം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ പോലും കോട്ടൺ കൃഷി ചെയ്യാൻ പറ്റും. ഇനി ബ്ലാക്ക് സോയിൽ, അത് മറ്റൊരു റീസണാണ്. കാര്യം ഡെക്കാൻ, മാൽവ, പ്ലേറ്റു റീജിയനിലാണ് കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് സോയിലിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കുന്നതിൻ്റെ ഒരു കാര്യം. ഇതിൽ ഗുജറാത്താണ് ഏറ്റവും കൂടുതലും കോട്ടൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനുശേഷം മഹാരാഷ്ട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടുത്തെ എന്തിനെപ്പറ്റി പഠിച്ചത്, നമ്മുടെ അഗ്രികൾച്ചർ ഇൻ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ ഒരുപാടധികം മിനറൽ കണ്ടൻറ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ദ ക്രിസ്റ്റലൈൻ റോക്ക് ലെയേഴ്സ് ആൻഡ് ദ ലോവർ ഹില്ലി ട്രാക്സ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ക്രിസ്റ്റലൈൻ റോക്ക് ലെയേഴ്സാണ്. അതായത് ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുള്ള റോക്കുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലോവർ ഹില്ലി ട്രാക്റ്റ്, അതായത് വളരെ ഉയരമൊന്നുമില്ല, അതായത് നമുക്ക് പോയി മൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് കുറഞ്ഞ ഹില്ലുകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്നും പുറത്ത് എടുക്കാൻ പറ്റും. ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിന് അറിയപ്പെടുന്ന മറ്റൊരു കാര്യം ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ് എന്നുള്ള രീതിയിലാണ്. ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലേറ്റ്യൂ വിച്ച് സ്പ്രെഡ്സ് ഓവർ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഈസ് ദ റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലേറ്റ്യൂവിലെ മെയിനായിട്ട് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഇതിനെ ഒരു റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ് എന്ന് വിളിക്കും. കാര്യം ഒരു ബെൽറ്റ് പോലെ എന്താണ് കണക്റ്റഡ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ദിസ് റീജിയൻ ഈസ് റിച്ച് ഇൻ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് സച്ച് ആസ് കോൾ. അല്ലേ, അപ്പോൾ ഇവിടെ മിനറൽസ് മെറ്റാലിക് മിനറലും ഉണ്ട്, നോൺ മെറ്റാലിക് മിനറലുകളും ഉണ്ട്. മെയിനായിട്ടുള്ളത് കോള്, അയൺ ഓറ്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ് ആൻഡ് കോപ്പർ. അതുപോലെ ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് മിനറൽ റിസോഴ്സസ് ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ ക്യാൻ ബി ഡിവൈഡഡ് ആസ് ഡിഫറെൻറ്റ് മിനറൽ സോൺസ്. അപ്പോൾ നമ്മൾ ഈ ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്റ്റേറ്റുകളിലും ഓരോ മിനറൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ, അതായത് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലേറ്റ്യൂ റീജിയൻ ആണ് അവിടെ പറയുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗമാണ്. വളരെ വലിയൊരു മിനറൽ ബെൽറ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ മെയിനായിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, മിനറൽ ബെൽറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ, കോള്, അയണോറ്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ. അപ്പോൾ ഇത്രയും മിനറൽസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സെൻട്രൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് മാംഗനീസ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്, മാർബിൾ ഉണ്ട്, കോളുണ്ട്, മൈക്കയുണ്ട്, അയണോറുണ്ട്, പിന്നെ ഗ്രാഫൈറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെൻട്രൽ റീജിയണിൽ നിന്ന് കിട്ടാം. അതായത് ഏതൊക്കെ സ്ഥലമാണ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടൊക്കെ മാപ്പ് വെച്ചിട്ട് ഒരു ഐഡിയ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ നോർത്തിൽ ഏതൊക്കെയാണ്, നോർത്ത് ഈസ്റ്റിൽ, സെൻട്രലിൽ ഏതൊക്കെയാണെന്ന് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.
ഇപ്പോഴേ മാപ്പൊക്കെ പഠിച്ചു വയ്ക്കുക. 10th ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് മാപ്പ് വെച്ച് ചോദിക്കും. അപ്പോൾ ഒരു 4-5 മാർക്ക് അതങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. സോ സദേൺ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, സൗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അയൺ ഓർ ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്. മെയിനായിട്ട് ഇത് കാണപ്പെടുന്നത് കർണാടക പ്ലേറ്റ്യൂലാണ് കേട്ടോ. അതുപോലെ തമിഴ്നാട്, അഡ്ജോയിനിങ് പാർട്സ് ഓഫ് തമിഴ്നാട്, അതായത് ഈ തമിഴ്നാടും കർണാടകയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ബോർഡേഴ്സ് പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ മിനറൽസൊക്കെ കാണാം. ഇനി സൗത്ത് വെസ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അയൺ ഓർ ക്ലേ ആണ് മെയിനായിട്ടുള്ളത്. ഇത് നമ്മൾ മെയിനായിട്ട് കിട്ടുന്ന എവിടെയാണ്? ഒബ്റ്റെയിൻ ഫ്രം ദ റീജിയൻ വിച്ച് സ്പ്രെഡ്സ് ഓവർ വെസ്റ്റേൺ കർണാടക ആൻഡ് ഗോവ. കർണാടകയിലെ വെസ്റ്റ് തൊട്ട് ഗോവ വരെയാണ് അയൺ ഓറും ക്ലേയുടെയും പ്രസൻസ്. ഇനി നോർത്ത് വെസ്റ്റേൺ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് വെസ്റ്റ്, നേരത്തെ നോർത്ത് ഈസ്റ്റ് പഠിച്ചു, ഇപ്പോൾ നോർത്ത് വെസ്റ്റിൽ ആരവല്ലി റേഞ്ച് രാജസ്ഥാൻ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ അഡ്ജോയിനിങ് പാർട്സ് ഓഫ് ഗുജറാത്ത്, രാജസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിലെ സ്ഥലങ്ങളും ഇവിടെയാണ് കൂടുതലും കോപ്പർ, ലെഡ്, സിങ്ക്, യുറാനിയം ആൻഡ് മൈക്ക തുടങ്ങിയ മിനറൽസൊക്കെ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് 5 റീജിയൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 സോണുകളെന്ന് ഇതിനെ വിളിക്കും. ഇനി തൊട്ട് താഴെ ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് മേജർ മൈനിങ് റീജിയൻസ് ഫ്രം ദ ഗിവൺ മാപ്പ്, ലിസ്റ്റ് ഔട്ട് ദ മേജർ മിനറൽസ് ഫൗണ്ട് ഇൻ ഈച്ച് സ്റ്റേറ്റ്. അപ്പം ഞാൻ ഇതിൻ്റെ ആൻസേഴ്സ് കൊടുത്തേക്കാം. ഇപ്പം വായിച്ച് നിന്ന് ഞാൻ സമയം കളയുന്നില്ല. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കാണാമല്ലോ, അപ്പോൾ നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. അതുപോലെ തൊട്ടടുത്ത മാപ്പിൽ നോക്കിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാപ്പിൽ നോക്കി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പെനിൻസുലർ പ്ലേറ്റ്യൂവിലെ ലൈഫ് എങ്ങനെയാണ്, ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ്. ഇപ്പം പെനിൻസുലർ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന ഒരു മോഡറേറ്റ്ലി പോപ്പുലേറ്റഡ് ആണ്. മോഡറേറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പോപ്പുലേഷനും അല്ല, എന്നാൽ ലെസ്സും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളതിനെയാണ് മോഡറേറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദ ഏർലിയർ സ്റ്റേജസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഇൻ ദ പെനിൻസുലർ പ്ലേറ്റ്യൂ വെയർ ലിമിറ്റഡ് ഡ്യൂ ടു നോൺ അറബിൾ ടോപ്പോഗ്രഫി ആൻഡ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇവിടെ അത്രയും അധികം ആൾക്കാർ താമസിക്കാൻ വരില്ല, കാര്യം ഇവിടെ നോൺ അറബിൾ ആണ്. നോൺ അറബിൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലേ, എന്താണ്? അഗ്രികൾച്ചർ ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ അല്ലാത്ത ഒരു സ്ഥലത്തിനെയാണെന്ന് പറയുന്നത് നോൺ അറബിൾ എന്ന് പറയുന്നത്. കാര്യം അവിടുത്തെ സോയിൽ ക്വാളിറ്റിയും വെള്ളമൊക്കെ പൂറാണ്, അങ്ങനെയൊക്കെയുള്ള റീജിയൻസാണ് നോൺ അറബിൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആണ്. കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ അധികം ചൂട്, വളരെ അധികം തണുപ്പ്, അതുപോലെ മഴ വളരെ കുറവായിരിക്കും കിട്ടുന്നത്, തുടങ്ങിയതിനെയൊക്കെയാണ് ഒരു കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിലും ലേറ്റർ വിത്ത് ദ ബിഗിനിങ് ഓഫ് മൈനിങ് ആക്ടിവിറ്റീസ്, അങ്ങനെ എന്താണ് പല മൈനിങ് ആക്ടിവിറ്റികൾ തുടങ്ങി. റോഡ് റെയിൽ നെറ്റ്വർക്ക് അല്ലേ, നമ്മളെ റോഡും റെയിൽവേ നെറ്റ്വർക്കൊക്കെ വളരെ സ്ട്രോങ് ആയി. അതുപോലെ തന്നെ എമർജൻസ് ഓഫ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഒരുപാട് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസൊക്കെ വന്നതോടെ ഈ പ്ലേറ്റ്യൂവിനെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം ഇവിടെ ഒരുപാട് ടൈപ്പ് ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് പറയുന്നത് സ്കോപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറൽ ബേസ്ഡ് ഓൺ ഇറിഗേഷൻ അല്ലേ. ഇറിഗേഷനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ നമുക്ക് എന്താണ് ഒരു കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് വേൾഡ് വൈഡ് രീതികളിൽ നമുക്ക് അഗ്രികൾച്ചറൽ ശൃംഖല കൊണ്ടുപോകാം, ട്രേഡ് നടത്താം. അതുപോലെ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് അല്ലേ, സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വളർന്നു വന്ന ഒരു ഏരിയയൊക്കെ ആയപ്പോഴേക്കും പോപ്പുലേഷൻ ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ദ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ആസ് വെൽ ആസ് ദ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ഗ്രൂ ഇൻ ടു ലാർജ് അർബൻ സെൻറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, ഇവിടെയുള്ള മൈനിങ് ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെ വളരെ വലിയൊരു അർബൻ എന്ന് പറയുമ്പോൾ സിറ്റി സെൻറ്ററുകളായിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളത്. എൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്, ഏതൊക്കെയാണ് മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഇൻ ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പം ഫിഗർ 3.21 നോക്കിയിട്ട് മേജറായിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് പറയാം, ബാംഗ്ലൂർ പറയാം, ചെന്നൈ പറയാം, പിന്നെ പൂനെ പറയാം, ഇപ്പം നാഗ്പൂർ പറയാം. അപ്പോൾ തുടങ്ങിയതൊക്കെ നമ്മൾ ഇവിടുത്തെ മേജറായിട്ടുള്ള ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ വരുന്ന അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ വരുന്ന എന്താണെന്ന് പറയാം സ്ഥലങ്ങളെന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.